AI ക്യാമറ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ, നിർമ്മിത ബുദ്ധി ക്യാമറ എന്നൊക്കെ നമ്മൾ വലിയ വായിൽ പറഞ്ഞ ആ AI ക്യാമറയുടെ നിലവിലെ അവസ്ഥ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. AI ക്യാമറയുടെ പ്രവർത്തനം മന്ദഗതിയിലേക്ക്. കെൽട്രോൺ ആണ് AI ക്യാമറ നിയന്ത്രിക്കുന്നത്. എന്നാൽ ജീവനക്കാരെ അവർ പിൻവലിക്കുകയാണ്. എന്തേ? സർക്കാർ പണം നൽകിയില്ല എന്നതാണ് പ്രശ്നം. സർക്കാർ പണം കൊടുക്കാത്തതിനാൽ റോഡ് ക്യാമറ കൺട്രോൾ റൂമുകളിൽ നിന്ന് ജീവനക്കാരെ കെൽട്രോൺ പിൻവലിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ കൺട്രോൾ റൂമുകളിലുണ്ടായിരുന്ന 140 പേരിൽ 50 പേരെയാണ് കഴിഞ്ഞയാഴ്ച മുതൽ പിൻവലിച്ചത്. ക്യാമറയുടെ വിലയും പ്രവർത്തന ചെലവുമായി 3 മാസം കൂടുമ്പോൾ 11.7 കോടി രൂപ കെൽട്രോണിന് കൈമാറണമെന്ന വ്യവസ്ഥ പാലിക്കാത്തതാണ് കാരണം. 6 മാസത്തെ പണമാണ് ഇനിയും ലഭിക്കാനുള്ളത്. ആദ്യത്തെ 3 മാസം തന്നെ 120 കോടി രൂപയുടെ പിഴയ്ക്കുള്ള ചലാൻ വാഹന ഉടമകൾക്ക് അയച്ചിരുന്നു. ഇതിൽ 35 കോടി രൂപ ഖജനാവിലെത്തി. സെപ്റ്റംബർ മുതൽ നവംബർ അവസാനം വരെയുള്ള 120 കോടി രൂപയുടെ ചലാൻ കൺട്രോൾ റൂമിൽ തയ്യാറാണെങ്കിലും ഇത് പ്രിൻ്റ് എടുത്ത് അയക്കാനുള്ള പണമില്ലാത്തതിനാൽ അയച്ചില്ല. പദ്ധതി ആരംഭിച്ചതു മുതൽ ഇതുവരെ 34 ലക്ഷം ചലാനുകൾ തയ്യാറാക്കി. ഇതിൽ നവംബർ പകുതി വരെയുള്ള 16 ലക്ഷം ചലാൻ തപാൽ വഴി അയച്ചു. പണമില്ലാത്തതിനാൽ ബാക്കി അയക്കാനായില്ല. ക്യാമറ സ്ഥാപിച്ചതിൽ അഴിമതി ആരോപിച്ചുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഹർജിയിൽ തീരുമാനം ആയ ശേഷം സപ്ലിമെൻ്ററി കരാർ ഒപ്പിടാമെന്ന സർക്കാർ നിലപാടും കെൽട്രോണിന് തിരിച്ചടിയായി. ജൂൺ 5-നാണ് സംസ്ഥാനത്തൊട്ടാകെ 726 ക്യാമറകൾ സ്ഥാപിച്ചത്. ആദ്യത്തെ 3 മാസം പദ്ധതി നടത്തിപ്പിനായി കെൽട്രോണിന് നൽകേണ്ടിയിരുന്നത് 11.75 കോടി രൂപയാണ്. ഇതിനിടെ പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് ഹൈക്കോടതിയിൽ ഹർജികൾ സമർപ്പിക്കപ്പെട്ടു. കരാറുകൾക്ക് പണം കൈമാറുന്നത് തടഞ്ഞ കോടതി കെൽട്രോണിന് 11.75 കോടി നൽകാൻ അനുവാദം നൽകി. എന്നാൽ കെൽട്രോൺ പലതവണ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ പണം അനുവദിച്ചില്ല. പദ്ധതി നടത്തിപ്പിനായി കെൽട്രോണിന് 1 കോടിയോളം രൂപ പ്രതിമാസം ചെലവാകുന്നുണ്ട്.